മാഡം, ഋഷിയുടെ കാര്യം അന്വേഷിക്കാനാ വന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഒക്കെ അന്ന് സംസാരിച്ച് അവസാനിപ്പിച്ചു കഴിഞ്ഞതല്ലേ. ഋഷിയെക്കുറിച്ച് എനിക്കൊന്നും അറിയണ്ട. അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് ഇപ്പൊ അറിയേണ്ടത് നന്ദനെ കുറിച്ചാ. നന്ദൻ എവിടെയാ? മാഡത്തിന് ഇതെന്താ പറ്റിയേ? ഇതുവരെ ഋഷിയെ കണ്ടില്ലെന്നായിരുന്നല്ലോ വെപ്രാളം. ഇപ്പതാ വന്ന് പറയുന്നു ഋഷിയുടെ കാര്യം വിട്ടേക്ക്, നന്ദനെ കുറിച്ച് അറിഞ്ഞാ മതിയെന്ന്. ആക്ച്വലി മാഡത്തിന്റെ പ്രശ്നം എന്താ? എന്റെ പ്രശ്നമാ ഞാൻ പറഞ്ഞത്. എനിക്ക് നന്ദൻ എവിടെയാണെന്ന് അറിയണം. നന്ദൻ എവിടെയാണെന്ന് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. അവിടെ ചന്ദ്രോത്ത് ചെന്ന് അന്വേഷിക്കണം. അല്ലെങ്കിൽ ദേവികയെ വിളിക്ക്, അവള് പറഞ്ഞുതരും. നന്ദൻ എവിടെയാണെന്നുള്ളതെന്ന് ദേവികയ്ക്കോ ചന്ദ്രോത്തുകാർക്കോ അല്ല ഇപ്പൊ അറിയുന്നത്, നിനക്കാ. എന്താ ആന്റി? മാഡം നമ്മളെ ഇട്ട് പരീക്ഷിക്കാ കെവിൻ. ഋഷി എവിടെയാണെന്ന് അന്വേഷിച്ചിട്ടല്ലേ മുമ്പ് മാഡം ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഋഷിയെ വിട്ടു. ഇനി നന്ദനെ കണ്ടുപിടിച്ചു കൊടുത്താ മതിയെന്ന്. നന്ദനെ പ്രത്യേകിച്ച് കണ്ടുപിടിച്ചു തരുമൊന്നും വേണ്ട. നന്ദൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളല്ലേ നന്ദൻ എവിടെയോ കൊണ്ടുപോയി തടങ്കിൽ വെച്ചേക്കുന്നേ. ആന്റി ഇതെന്തൊക്കെയാ പറയുന്നേ? ഞങ്ങൾ നന്ദൻ അന്വേഷിച്ചാ നടക്കുന്നേ. അത് ആന്റിക്ക് വ്യക്തമായിട്ടും അറിയാം. ഇത് നാടകമാ കെവിൻ, നമ്മളെ മണ്ടരാക്കുന്ന ഒരു നാടകം. അല്ലെങ്കിൽ പിന്നെ ഋഷിയെ കുറിച്ച് അറിയണ്ട, നന്ദനെ കൊടുത്താ മതിന്ന് ഇവര് പറയോ? ഇസബല്ല, മാഡം ദേ ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾക്ക് നന്ദനോട് പ്രത്യേകിച്ച് ദേഷ്യോ വൈരാഗ്യോ ഒന്നും ഉണ്ടായിരുന്നില്ല. നന്ദനോട് വൈരാഗ്യമായിട്ട് നടന്നത് ഋഷിയാ. അപ്പൊ നന്ദൻ എവിടെയെന്നറിയാൻ ഋഷിയോട് ചോദിച്ചാ മതി. ദേ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. എന്നെ പരിഹസിക്കുന്നു നീ. പ്ലീസ്. ഋഷിയുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒരു പരിചയക്കാരിയെ പോലെ ചോദിച്ചപ്പോ നിനക്ക് പുച്ഛം. അപ്പൊ ഇനി പഴയ അരുന്ധതിയായിട്ട് തന്നെ ചോദിക്കാം. പറ, നന്ദൻ എവിടെയാ? ആന്റി പ്ലീസ് വിടാന്റി. ഇവള് പറഞ്ഞു കേട്ടില്ലേ? ചെന്ന് ഋഷിയോട് ചോദിക്കാൻ. ഋഷിയോട് ചോദിക്കാനാണെങ്കിൽ ഞാൻ ഇവിടെ വരുന്ന എന്തിനാ? ഈ പെണ്ണെ, നിനക്ക് കാലുറപ്പിച്ച് നിൽക്കണമെങ്കിൽ പാപ്പനും ചാച്ചനും ഒക്കെ വേണം. പക്ഷേ അരുന്ധതിക്ക് ഞാൻ മാത്രം മതി.